ഇതൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. കാരണം കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം, UDF-നെ തിരിച്ചു കൊണ്ടുവരണം. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. UDF-നെ കൂടിയ ജനങ്ങൾ, അതിന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ മുന്നേറ്റം. ഇവിടെ കേരള ജനങ്ങളുടെ വിജയമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്, മതേതരത്വത്തിന്റെ വിജയമാണ്. ആ വിജയം തന്നെയാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. നമസ്കാരം. കേരളത്തിൽ മുഴുവനായി ആഞ്ഞടിച്ച UDF തരംഗം കോഴിക്കോടിനെയും പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. കോഴിക്കോട് 13-ൽ 12 ടീം UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ വിജയശില്പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കോഴിക്കോട്ടുകാരനും ആദ്യം പറയുന്ന ഉത്തരം കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട MP ആയിട്ടുള്ള MK രാഘവേട്ടന്റെ പേരായിരിക്കും. UDF-ന്റെ ഈ വിജയത്തിന് പിന്നിൽ കൈമെയ്മാറെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം UDF-ന്റെ പ്രവർത്തകരും നേതാക്കളും ആരും തന്നെ വിസ്മരിക്കുന്നില്ല എന്നുള്ളതാണ്. തന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് DCC ഓഫീസിൽ നമുക്കൊപ്പം ഇപ്പോൾ MK രാഘവേട്ടനുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതായത് 4 തവണയായിട്ട് കോഴിക്കോടിന്റെ MP ആണ്. കോഴിക്കോടിന്റെ എല്ലാ മേഖലയിലും കോൺഗ്രസിനൊപ്പം നിന്ന ഒരാളാണ്. ഇപ്പം വലിയ വിജയമാണ് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് പറയുന്നത്? അല്ല, ഇതൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 10-20 വർഷക്കാരുടെ കോൺഗ്രസ് MLA ഇല്ലായിരുന്നു. ഇതൊരു ചർച്ചയായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമുണ്ട്. കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം, UDF-നെ തിരിച്ചു കൊണ്ടുവരണം. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. 13-ൽ 13 അതിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള ഈ വൻപിച്ച മുന്നേറ്റം UDF-ന്റെ, അത് കോഴിക്കോട് ജനങ്ങളുടെ മുന്നേറ്റമാണ്, കോൺഗ്രസിന്റെ മുന്നേറ്റമാണ്, മുസ്ലിം ലീഗിന്റെ മുന്നേറ്റമാണ്, CMP-യുടെ മുന്നേറ്റമാണ്, കേരള കോൺഗ്രസിന്റെ മുന്നേറ്റം കൂടിയാണ്. ഞങ്ങൾ സംതൃപ്തരാണ്. ഇപ്പോൾ സമസ്ത മേഖലയിലും കോഴിക്കോട് കോൺഗ്രസ് പിടിമുറുക്കിയിരിക്കുകയാണ്. ലോക്സഭയിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് രാഘവട്ടം തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലും കോഴിക്കോട് ജില്ലയിൽ അമ്പെ കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പം നിയമസഭാ ഇലക്ഷനിലും അല്ലെ ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അതെ, ജനങ്ങൾ UDF-ന്റെ കൂടിയാണ്, UDF-നെ കൂടിയ ജനങ്ങൾ. അതിന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ മുന്നേറ്റം. ഇത് എന്തൊക്കെയായാലും ഈ ഒരു കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിന്റെ ഒരുപാട് ഈ വികസന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എല്ലാ രംഗങ്ങളിലും വാണിജ്യ, വ്യാവസായിക, വ്യാപാര, IT അതുപോലുള്ള മേഖലകളിലെല്ലാം തന്നെ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. ആരോഗ്യരംഗത്ത് ചെയ്യാനുണ്ട്, സാമൂഹ്യ നീതി രംഗത്ത് ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂട്ടായി ആലോചിച്ച് എക്സ്പെർട്ടുകളുമായി സംസാരിച്ച് കോഴിക്കോടിന് അനുയോജ്യമായ ഒരു റോഡ് മാപ്പ് ഞങ്ങൾ തയ്യാറാക്കും. രാഘവേട്ടനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ സംസ്ഥാനത്ത് ഉടനീളം UDF-ൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നേട്ടം, അതിന്റെ ശരിക്കുള്ള കാരണക്കാരൻ ആരാണ്? ഇപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് ഈ ജനങ്ങളുടെ തീരുമാനമാണ്, വ്യക്തിയല്ല, ജനങ്ങളുടെ തീരുമാനമാണ്. ഭരണവിരുദ്ധ വികാരമാണ് ഒരു കാര്യം, മറ്റൊന്ന് UDF-ന്റെ ടീം വർക്കാണ് രണ്ടാമത്തെ കാരണം. ഈ രണ്ട് ഘടകങ്ങൾ യോജിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇവിടെ കേരള ജനങ്ങളുടെ വിജയമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്, മതേതരത്വത്തിന്റെ വിജയമാണ്. ആ വിജയം തന്നെയാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. ഇത് നിലനിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു സംശയം വേണ്ട. അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഭാരതത്തിലുടനീളം ഒരു സംശയം വേണ്ട. ജയഭേരി മുഴക്കി മുന്നോട്ട് പോകും.